ചരിത്രവും സംസ്കാരവും മാനവികതയും ഇഴചേർന്ന ബംഗാളിന്റെ മണ്ണിൽ നിന്ന് ഇന്ന് കേൾക്കുന്നത് വിലാപങ്ങളും ഭീതിയുടെ വാർത്തകളും മാത്രമാണ്. പറഞ്ഞു വരുന്നത് ടാഗോറും നസ്രുൽ ഇസ്ലാമും വിഭാവനം ചെയ്ത ബംഗാൾ മണ്ണിൽ നിന്ന് അധികാരം കൈയാളുന്ന സംഘപരിവാർ ശക്തികൾ നന്മയുടെ വംഗദേശത്തെ തീവ്ര വർഗീയതയുടെ പരീക്ഷണശാലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. മദർ തെരേസ അശരണരെ നെഞ്ചോട് ചേർത്ത ആ നാട്ടിൽ നിന്നുയരുന്നത് വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. BJP സർക്കാർ വങ്കമണ്ണിൽ അധികാരം ഉറപ്പിച്ചതിനു ശേഷമാണ് സ്ഥിതിഗതികൾ മാറി തുടങ്ങിയത്. രാജ്യത്തിന്റെ തന്നെ പരമാധികാരത്തിനും പൗരാവകാശങ്ങൾക്കും നേരെ കടുത്ത യുദ്ധപ്രഖ്യാപനമാണ് നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പൗരന്മാരുടെ പേരുകൾ വെട്ടിമാറ്റി റേഷനും പെൻഷനും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ച് ഒരു ജനതയെ അന്യവൽക്കരിക്കുകയാണ് ഭരണകൂടം. ഈ കഴിഞ്ഞ പെരുന്നാൾ നാളുകളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഭീതിയുടെ നിഴലിലായിരുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചും ബുൾഡോസറുകൾ കയറ്റി വ്യാപാര സ്ഥാപനങ്ങൾ തകർത്തും ഭൂരിപക്ഷാധിപത്യത്തിന്റെ അഴിഞ്ഞാട്ടമാണ് ബംഗാളിൽ തുടർന്നു കാണുന്നത്. ഈ വേട്ടയാടൽ ഇവിടെയും തീരുന്നില്ല. മുസ്ലിം അന്യവൽക്കരണത്തിന് പിന്നാലെ ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ അക്രമങ്ങൾ അരങ്ങേറാനിരിക്കുന്നത്. കൂട്ടമതം മാറ്റം എന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിട്ട് ചർച്ചുകൾ തല്ലി തകർക്കുന്നു. സോനാർപൂരിലെ സുഭാഷ് ഗ്രാമിലും ഫരീദ്പൂരിലെ ഗ്രേസ് ചർച്ചിലും പ്രാർത്ഥനാ യോഗങ്ങൾക്കിടയിലാണ് അക്രമികൾ പാസ്റ്റർമാരെയും വിശ്വാസികളെയും മർദ്ദിച്ചത്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിൽ നിന്ന് മുട്ട ഒഴിവാക്കി കുട്ടികളുടെ പോഷകാഹാരം പോലും വർഗീയ അജണ്ടകൾക്കായി ബലി നൽകുന്ന കാഴ്ചയാണ് പുറത്തുവരുന്നത്. അതേസമയം മറുവശത്ത് ഡൽഹിയിൽ വിവാദ FCRA ഭേദഗതിയിലൂടെ സന്നദ്ധ സംഘടനകളുടെ കൈകാലുകൾ കെട്ടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടിറങ്ങിയിരിക്കുന്നു. കാത്തോലിക്ക മെത്രാൻ സമിതിയോട് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് അമിത്ഷാ പറയുമ്പോൾ അതിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ്. മുൻകാല കോൺഗ്രസ് സർക്കാരിന്റെ കടുത്ത നിയമങ്ങളെ ലഘൂകരിച്ചതാണെന്ന വാദം നിരത്തുമ്പോഴും ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക ആരോഗ്യ സേവന പദ്ധതികളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്നതാണ് ഈ നിയമ ഭേദഗതിയുടെ അന്തർധാര എന്ന് സുവ്യക്തമാണ്. പോലീസിനെ കൊണ്ട് FIR ഇടിക്കാമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പുകൾ വെറും ജലരേഖയാകുന്നത് ഇങ്ങനെ തന്നെയാണ്. ചരിത്രത്തിൽ ബംഗാളിന്റെ ഭൗതിക വളർച്ചയ്ക്ക് സെന്റ് സേവിയേഴ്സ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങൾ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മദർ തെരേസയുടെ 100-1 അംശം സേവനം ചെയ്യാൻ നൂറ്റാണ്ട് തികയ്ക്കുന്ന RSSനും BJPക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. മുറിവേറ്റവരിൽ ദൈവത്തെ കണ്ട മദറിന്റെ പിന്മുറക്കാരെ മതമാറ്റികളെന്ന് വിളിച്ച് വേട്ടയാടുന്നവർ ചെയ്യുന്നത് മാപ്പർഹിക്കാത്ത അപരാധം തന്നെയാണ്. ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശത്തിനായി മാനവികതയുടെ വീണ്ടെടുപ്പിനായി ശബ്ദിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.